അബൂബക്കറെയും അവന്റെ വാപ്പ ദാദാ സാഹിബിനെയും വർഷങ്ങളായി അറിയുന്നവനാണ് ഞാൻ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഒരുപാട് ഇടിയും തൊഴിയും കൊണ്ടതാ സാഹിബ്. ആ ചോരത്തിളപ്പ് അബൂനും കാണും. പോരാത്തതിന് അവനൊരു പട്ടാളക്കാരനും. നിങ്ങൾ അവനെ കൂട്ടം കൂടി അടിച്ചിടുക എന്നൊക്കെ പറഞ്ഞ എന്തിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അവൻ ക്രിമിനൽ പുള്ളിയൊന്നും അല്ലല്ലോ. ആര് പറഞ്ഞു അല്ലെന്ന്? അവൻ ചെയ്ത പോക്കൃത്തരം എന്താണെന്ന് MLA അറിയാവോ? വഴി കിടന്നു കിട്ടിയ തോക്ക് ഇവിടെ കൊണ്ട് തന്നതാണോ പോക്കൃത്തരം? SP ഓഫീസിൽ തല്ലുണ്ടാക്കിയവനെ ഞങ്ങൾ എന്തോ ചെയ്യണം? പൂവിട്ട് പൂജിക്കണം? ആയുധ കള്ളക്കടത്തിന് നിങ്ങളും കൂട്ടു നിന്നു തോന്നിയപ്പോഴാ അബു നിങ്ങളെ തല്ലിയത്. നിങ്ങൾ ഇവിടെ നിയമം പരിപാലിക്കുന്നവരാണെങ്കിൽ ജീവൻ പോലും പണയം വെച്ച് രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിച്ചിരുന്നവൻ അബു. ഏതായാലും വളരെ മോശമായി പോയി SP. തൽക്കാലം അബു വയ്ക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. പിന്നെ എന്റെ മണ്ഡലത്തിന്റെ പരിധിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ആ ആയുധക്കടത്തിന്റെ ഉറവിടം കണ്ടെത്തിയിരിക്കണം. പട്ടാളക്കാരനെ പറ്റിച്ചതിന്റെ ചെലവ് അല്ലേ നേതാവേ? അവന്റെ അമ്മയുടെ ഒരു രാജ്യസ്നേഹം, ഒരു സുബൈദാർ അബൂബക്കർ. അതിന്റെ മോനെ വിടില്ല, ഞാൻ വിടില്ല, നിന്നെ വിടില്ല. വെള്ളം ഓമൂട്ടിനെ എനക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലേ? ഈ മറക്കരുത്. എന്നെ കെട്ടിത്തൂക്കാൻ കൂട്ടുന്ന ഒരു നായിന്റെ മക്കളെ മറക്കരുതയ്യേ. ഈ നാടിനെ ചുട്ടുകരിക്കുന്ന ഹിമാറുകളെ തായ്പേരറക്കാനാ എന്റെ മോന് പടച്ചോൻ പിന്നെ റോഹിട്ട്. ഞമ്മടെ തോക്കൂല, തോക്കരുത്. മോൻ വിഷമിക്കരുത്. വയസ്സായാലും ഒരു ബാല്യക്കാരന്റെ കരുത്തുമായിട്ട് എന്റെ ബാപ്പ എന്റെ കൂടെ ഉണ്ടാവും. നിനക്കെന്താടാ വട്ടുപിടിച്ചോ? എങ്ങനെ പിടിക്കാതിരിക്കും? നീ ഇത് കണ്ടില്ലേ? നിരവധി ഉദ്യോഗസ്ഥന്മാരുടെയും മജിസ്ട്രേറ്റിന്റെയും ഒക്കെ സാന്നിധ്യത്തിൽ നോക്കിക്കൊന്നവന്റെ ഒരു കിടപ്പേ. മരിച്ച് കബറടക്കം കഴിഞ്ഞ് സ്വർഗത്തിൽ നിന്ന് തിരിച്ചു വന്നിരിക്കുക. ഇനി നരകത്തിലോട്ടെ ഇവനെ ഞാൻ വിടൂ. അയാളോടുള്ള വൈരാഗ്യം തീർക്കുകയോ അയാളെ നരകത്തിലേക്ക് വിടുകയോ ഒക്കെ ചെയ്യുന്നതിനേക്കാൾ നമുക്ക് പ്രധാനം ഇപ്പൊ ഈ വാർത്ത വിറ്റ് കാശാക്കാന്നുള്ള. ഒരു 2 ലക്ഷം രൂപയെങ്കിലും ആ മലയാള ഭൂമിയിൽ നമുക്ക് മേടിക്കണം. 2 ലക്ഷം? പിന്നല്ലാതെ ലോകം മുഴുവൻ ഞെട്ടാൻ പോകുന്ന ഒരു വാർത്തയും ചിത്രങ്ങളും ആ മേശപ്പുറത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. 2 അല്ല 4 ലക്ഷം തന്നു വാങ്ങാൻ ആളുണ്ട് ഇവിടെ. എടാ, ഈ വണ്ടിക്ക് വളയം പിടിക്കുന്നതല്ല ജേർണലിസം, അതറിയാവോ? അപ്പൊ നീ എല്ലാ വിവരവും പത്രക്കാരോട് പറഞ്ഞു? അത് ശരി, അത്രയ്ക്ക് മണ്ണുണ്ണിയാ ഞാൻ. അവര് തിരിച്ചും മറിച്ചും ചോദിച്ചു, ഞാൻ വിടുവോ? ലോകത്തെ പ്രകമ്പനം കൊള്ളിക്കുന്ന ഒരു ന്യൂസ് ആണെന്ന് മാത്രം പറഞ്ഞു. രാവിലെ ഫോട്ടോയുമായി ചെന്ന് സംസാരിക്കാന്നാ പറഞ്ഞു. നീ വന്നേ, പോകാം. കൂടപ്പറപ്പിനെ പോലെ കൂടെ കൊണ്ടു നടന്ന് എന്നോട് തന്നെ ഇത് ചെയ്യണവടാ. നന്ദി കേട്ടവനെ. ഇത് വെച്ച് വില പേശി കാണും നീ അല്ലേ? ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ച് നിനക്ക് പണക്കാരനാവണം അല്ലേ? നിനക്ക് കാശാണ് വേണ്ടെങ്കിൽ എന്നോട് ചോദിക്കാനില്ലടാ പട്ടി. ഡോക്ടർ സാറേ, ഈ പടങ്ങൾ കൊടുത്ത് കാശ് വാങ്ങുന്നൊരു സുഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് നഷ്ടപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വിലയാ, അറിയോ? ഇന്നലെ വരെ ജോൺ സാർ പറയുന്നല്ല എന്തും ഞാൻ കേട്ടിരുന്നു. അതുകൊണ്ടാ സാറ് പറഞ്ഞപ്പോ ആംബുലൻസ് എടുത്ത് ഞാൻ ഓടിയത്. പക്ഷേ ആരെ രക്ഷിക്കാനും നിങ്ങൾ എന്നെ ഉപയോഗിച്ചെന്നറിഞ്ഞപ്പോ എനിക്ക് പുച്ഛമാ ഡോക്ടർ ജോണിനോട് തോന്നിയത്. പരമപുച്ഛം. നാട് ചുട്ടരിച്ച ഒരു രാജ്യദ്രോഹിയെ ഇരുചെവി അറിയാതെ കൊലക്കാരന് മുമ്പിൽ നിങ്ങൾ രക്ഷപ്പെടുത്തിയല്ലോ. ആ കച്ചവടത്തിൽ എന്താ നിങ്ങളുടെ ലാഭം? നിർത്ത. നീ ഞങ്ങളെ കുറിച്ച് എന്താ കരുതിയത്? രവി, നീ സത്യം അറിയാതെയാ സംസാരിക്കുന്നത്. നീ കരുതുന്നൂലൊന്നല്ല കാര്യങ്ങൾ. അബു നിരപരാധിയാ. നിരപരാധി അബൂബക്കറിന് മാർക്കിടാൻ എനിക്ക് നിങ്ങളുടെ ഒന്നും സർട്ടിഫിക്കറ്റ് വേണ്ട, എന്റെ അനുഭവം മതി. ബുദ്ധി ഉറക്കാത്ത പെങ്ങളെയും കൊണ്ട് തളിയൂർ ശങ്കരമഠത്തിൽ ഭജനമിരിക്കാൻ പോയതാ എന്റെ അമ്മ. തളിയൂർ ഭഗവതിയുടെ ആറാട്ടിന്റെ അന്ന്
മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ അമ്മ പിന്നെ മടങ്ങി വന്നിട്ടില്ല. ആനക്കൊട്ടിലെ തകർന്നു വീണ മേൽക്കൂരയ്ക്ക് താഴെ തലയില്ലാതെ കിടന്ന എന്റെ അമ്മയുടെ ജഡമ പിന്നെ ഞാൻ കാണുന്നത്. ചികിത്സിച്ചാ മാറുമായിരുന്ന എന്റെ പെങ്ങളുടെ ബുദ്ധിഭ്രമം മുഴുഭ്രാന്തായി മാറി. അവനാ ആ ദ്രോഹി ഇതിനെല്ലാം കാരണം. എന്റെ ജീവിതം അവൻ തകർത്തത്. രണ്ടാമത് അവന്റെ കഴുത്ത് തൂക്കുകയറിട്ട് മരണം വരെ തൂക്കുന്ന എനിക്ക് കാണണം. രവി, നിന്റെ മനസ്സെനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ നിനക്കറിയൂ, തളിയൂര ബോംബ് സ്ഫോടനത്തിൽ നിന്റെ അമ്മയെപ്പോലെ തന്നെ എന്റെ ഭാര്യയും മരിച്ചതാ. എന്നിട്ടും ഞാൻ അബൂബക്കറെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ട്? ഒരു നിമിഷം അത് നീ ആലോചിക്കുക. നീ അറിഞ്ഞു വെച്ചതൊന്നും സത്യമല്ല രവി. ലോകം മുഴുവൻ അബൂനെ കുറ്റവാളി എന്ന് വിളിച്ചാലും ഞങ്ങൾക്കതാവില്ല. കാരണം ഞങ്ങൾക്ക് സത്യം അറിയാം. എന്ത് സത്യം? അബൂബക്കർ ആനക്കൊട്ടലിൽ ബോംബ് വെക്കുന്നത് നേരിട്ട് കണ്ടതാ ശങ്കരമഠത്തിലെ ആത്മസ്വരൂപ സ്വാമികള്. സ്ഫോടനത്തിന്റെ പിറ്റേന്ന് ആശ്രമത്തിലെ പ്രഭാഷണത്തിൽ സ്വാമി അത് പറയുകയും ചെയ്തു. അതിനപ്പുറം എന്ത് സത്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ശങ്കരമഠത്തെ പറ്റിയും ഇനി കള്ളക്കഥ ഉണ്ടാക്കണോ? ഞങ്ങൾ പറഞ്ഞൊന്നും കള്ളക്കഥയല്ല. ശങ്കരമഠത്തെക്കുറിച്ച് ആർക്കും എതിരഭിപ്രായമില്ല. പക്ഷേ സ്വാമി ആത്മസ്വരൂപൻ അയാൾ ആരാണെന്ന് നിനക്കറിയൂ?